അവിടുന്ന് അനുഭവിച്ചൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താ? വെറുത്തുപോയ സംഭവം എന്താ? മറക്കാൻ പറ്റാതെ ഈ ഉസ്താദിനെക്കാട്ടും വലുതാണ് ജൂനിയർ സീനിയർ എന്നൊരു സാധനം. കുട്ടികൾ ഈ സീനിയർ ഈ വർത്താനം ഈ പള്ളീൻ്റെ അടുക്കുന്ന നിസ്കരിക്കുന്ന എടുക്കുക, അതായത് നിസ്കരിക്കുന്ന താഴെ പോയാൽ അവിടെ എന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ ഇപ്പുറത്ത് എടുക്കുന്നുണ്ടാവും പേരത് തന്നെ. ആരാ സംസാരിക്കുന്നത്, ആരും ഉസ്താദ് ഇല്ലാത്ത ടൈം ഏൽപ്പിക്കുമല്ലോ, ആരെല്ലാം കളിക്കുന്നതാണ്. അപ്പോൾ അവരെ പേര് ഏൽപ്പിക്കുന്നവന് നമ്മളുടെ പേര് എഴുതി കൊടുക്കും. അതായത് നമ്മൾ സംസാരിക്കും, അഥവാ ഇപ്പുറത്തുള്ളവർ എന്തോ ചോദിച്ചിട്ടുണ്ടാവും, എവിടെയെന്ന് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും അവൻ നോട്ട് ചെയ്യും. അത് ഉസ്താദിനെക്കാട്ടും വലിയൊരു ആളുണ്ടല്ലോ, സീനിയർ എന്നിട്ട് ആൾക്കാരുണ്ട്, അവരെ കൊടുത്താൽ അവർ രാത്രിക്ക് എന്താണ് ഫുഡിന് ശേഷം നമ്മളെ അടിക്കും. മമ്മുവിൻ്റെ ഈ ഇൻ്റർവ്യൂവിലെ ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ആ ഒരു കമൻറ്റ് ഇതിലുണ്ടാകുമോ എന്നാണ്. ഞാൻ കമൻറ്റ് സ്ക്രോൾ ചെയ്തപ്പോൾ ആ കമൻറ്റ് അതിൽ ആരോ വന്ന് കമൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഒരു റിയാലിറ്റി, ഒരു സത്യം പറയട്ടെ, ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചെക്ക് ചെയ്താലും സീനിയോറിറ്റി അല്ലെങ്കിൽ മുതിർന്ന വിദ്യാർത്ഥികൾ എന്ന തലത്തിൽ ചെറിയ കുട്ടികളോടുള്ള റാഗിങ് സമ്പ്രദാനം, മോശപ്പെട്ട സമ്പ്രദാനം എല്ലായിടത്തും കാണപ്പെടുന്നതാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക് വെച്ച് നോക്കുമ്പോൾ ദർസിലെ ഈ ഒരു സിസ്റ്റം വളരെ മൈന്യൂട്ട്, ലോ ലെവലാണ്. എന്നെയും മദ്രസ പൊട്ടൻ എന്ന് വിളിക്കുന്നവരോട്, ഞാനും സ്കൂളിലെ ഒരു അധ്യാപകനാണ്. ഞാനും മദ്രസയും പഠിപ്പിച്ചിട്ടുണ്ട്, ദർസും പഠിപ്പിച്ചിട്ടുണ്ട്, സ്കൂളും പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ഇൻ മൈ ഓൺ ലൈഫ് എൻ്റെ സ്വന്തം ജീവിതത്തിൽ മദ്രസ പഠനവും പ്ലസ് ദർസ് പഠനവും പ്ലസ് 12 വർഷം ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉദവിയായി ഇറങ്ങി എന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ സീനിയർ തലത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു റാഗിങ് എന്നുള്ളത് തന്നെ, എൻ്റെ ഒരു വർഷം മുകളിലുള്ള ഒരു വിദ്യാർത്ഥി വന്നിട്ട് എടാ പേന താട്ടടാ, മര്യാദക്ക് പേന തന്നോ. ഞാൻ അവനക്ക് പേന കൊടുത്തു, അവൻ പോവും, അവൻ്റെ വഴിക്കും പോയി, ഞാൻ എൻ്റെ വഴിക്കും പോയി. എനിക്കാണെങ്കിൽ പേന കൊടുത്തതിൻ്റെ ഒരു പ്രതിഫലം, അവൻ വിദ്യാഭ്യാസം, അവൻ്റെ ഇൽമ് തേടുന്നതിൽ പേന കൊടുത്തതിലുള്ള ഒരു കൂലി എനിക്ക് കിട്ടും ചെയ്തു. പിന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ മമ്മു തൻ്റെ സ്വന്തം ജീവിതത്തിലെ ദർസ് പഠനത്തിലെ റാഗിങ്ങിന് ഉദാഹരണമായി പറഞ്ഞത് തന്നെ എന്താണ്, അവൻ പള്ളിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ ചുമതല ഏർപ്പെടുത്തിയ സീനിയർ വിദ്യാർത്ഥികൾ അവനെ തല്ലി. പള്ളി എന്നുള്ള 2 അക്ഷരമാണെങ്കിലും ഞാൻ അത് പള്ളി എന്ന് വിളിക്കും. പക്ഷേ ദി റിയൽ നെയിം ഓഫ് ദാറ്റ് 2 വേർഡ്സ് ബൈത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭവനമാണത്. അവിടെ മോശപ്പെട്ട എന്തെങ്കിലും രീതിയിൽ സംസാരിച്ചാൽ 40 കൊല്ലത്ത് അവൻ്റെ അമലുകൾ വരെ പൊളിഞ്ഞു പോകുമെന്ന് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട എന്ന നിലയ്ക്ക് ചിലപ്പോൾ ചെറിയ 2 തല്ലൊക്കെ കൊടുത്തിട്ടുണ്ടാകും. ഇതാണോ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം കാണപ്പെടുന്ന റാഗിങ്? കക്കൂസിൽ മുഖം പോയിട്ട് ഇപ്പോൾ നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് ഒരു റാഗിങ് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടില്ലേ? ഷഹബാസ് എന്ന പൊന്നു പോന് മരണപ്പെട്ടു പോയില്ലേ? എത്ര കേസുകൾ സ്കൂളുകളിൽ നിന്ന് നാം കേൾക്കുന്നു. മമ്മൂനെ കുറ്റപ്പെടുത്തി സംസാരിക്കല്ല, ചിലപ്പോൾ എനിക്കത് മോർ പെയിൻഫുൾ, ചിലവർക്ക് പലർക്കും പല രീതിയിലേക്കാരം. എനിക്കിപ്പോൾ എന്നെ 2 ഒരു ഉസ്താദിൽ നിന്ന് 2 അടി കിട്ടിയതിനേക്കാളും എനിക്ക് ഫീൽ ചെയ്യുക ആ ഉസ്താദിന് എന്തെങ്കിലും മോശപ്പെട്ട് സംസാരിച്ചാലാണ്. അപ്പോൾ ചിലപ്പോൾ മമ്മൂന് സംസാരത്തേക്കാൾ വേദനിപ്പിച്ചത് ചിലപ്പോൾ ആ കിട്ടിയ 2 തല്ലായിരിക്കും. അത് ഓരോരുത്തരുടെ ശരീരഭാഷയാണ്. പക്ഷേ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സീനിയർ ആവട്ടെ, ഉസ്താദാവട്ടെ, അല്ലെങ്കിൽ അലിഫ് എ ഒരക്ഷരം പഠിപ്പിച്ച അധ്യാപകനാണെങ്കിൽ പോലും നമ്മൾ നല്ല കാര്യങ്ങൾക്ക് എന്തെങ്കിലും ശകാരിച്ചിട്ടോ അല്ലെങ്കിൽ അടിച്ചിട്ടോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണെന്ന സത്യം എല്ലാവരും മനസ്സിലാക്കണം. അത് സ്കൂളായാലും കോളേജായാലും ദർസായാലും മദ്രസയായാലും അങ്കണവാടിയായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതായാലും. എണീക്കുന്നു നീ സുബൈ എണീക്കലുണ്ടാ? എത്ര മണിക്ക് എണീക്കല്? സുബൈ ബാക്കി എപ്പോഴാണോ അതനുസരിച്ച് എണീക്കും. ചിലപ്പോ 4:30 എണീക്കും. അല്ല അങ്ങനല്ല, സുബൈക്ക് മുമ്പ് താജുദിന്റെ മുമ്പ് എണീക്കലുണ്ടോ? താജുദിന് മുമ്പ് ചില സമയത്ത് എണീക്കുന്ന സമയത്ത് താജുദ് നിസ്കരിക്കും, ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ആണെങ്കിൽ. അതായത് നമ്മളിപ്പോ 5:30 നിസ്കാരാണെങ്കിൽ നമ്മളെ 4:30 വിളിക്കും. അതും 4:30 വിളിക്കുന്നത് എങ്ങനെയാ? ഓക്കെ മോനെ എണീക്കുന്ന പറഞ്ഞാൽ വിളിപ്പിക്കുക. ഫസ്റ്റ് തന്നെ ചൂരലിനെ കൊണ്ട് അവർ അടിയാ. അതാണ് അലാറം. അതാണ് അലാറം, ഉസ്താദിന്റെ അലാറം നമുക്ക്. പക്ഷെ എനക്കെന്നെ തോന്നിയിട്ടുണ്ട് 2-3 കയറി മൂക്കിനങ്ങ് കൊടുത്താലോ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഉസ്താദായോണ്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഇൻ ട്രൂത്ത്, റിയാലിറ്റി, ഒരു സത്യാവസ്ഥ പറയട്ടെ, ഓൾമോസ്റ്റ് ദർസുകളിലും ഒരു ബെല്ല് സമ്പ്രദായം ഉണ്ടാവും. അതായത് ഉസ്താദ് ബെല്ലടിക്കും സുബീന്റെ സമയമാകുമ്പോൾ, അപ്പോൾ ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ എഴുന്നേൽക്കും. പിന്നെയും എഴുന്നേൽക്കാത്ത പോലെ ഉസ്താദ് സീനിയർ വിദ്യാർത്ഥികളെ പറഞ്ഞയച്ചിട്ട് അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും. അപ്പോഴും കുറച്ച് ആൾക്കാർ എഴുന്നേൽക്കും. പിന്നെ കുറച്ച് ആൾക്കാരുണ്ടാവും, ഒരു 5 മിനിറ്റ് കിടക്കട്ടെ, കുറച്ചും പാടെ, എന്താ തണുപ്പ്, നല്ല സുഖം, കുറച്ചേരം പാടെ ഉറങ്ങട്ടെ. അങ്ങനത്തെ പോലെ മൂട്ടക്ക് ഉസ്താദ് വന്നിട്ട് 2 അടി അടിക്കും. ശരി തന്നെയാണ്. അപ്പോൾ അതുപോലെ ഉസ്താദിൻ്റെ നിന്ന് മമ്മൂനെ സുബീക്ക് എഴുന്നേൽക്കാത്തതുകൊണ്ട് ചിലപ്പോൾ നല്ല സ്ട്രോങ്ങിൽ 2 അടി കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അത് പറയാനല്ല ഞാൻ വന്നത്. മമ്മു സൂചിപ്പിച്ച തഹജ്ജുദ് നിസ്കാരം ഉണ്ടല്ലോ,
മക്കളെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണോ, ആ 2 റക്അത്ത് നിങ്ങൾ നിസ്കരിച്ചോ, നിങ്ങൾ വിജയിക്കും. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ, ലോകത്തുള്ള ഓൾമോസ്റ്റ് പടച്ചോൻ്റെ എല്ലാ പടപ്പോളും മെജോറിറ്റി ഭൂരിപക്ഷവും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് വുളൂ ചെയ്തിട്ട് ആ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചാൽ പടച്ചോന് തരുന്ന് പറഞ്ഞത് ജീവിതത്തിൽ ഒരു കളവും പറയാത്ത മുത്തുനബിയാണ്. മുത്തുനബി പറഞ്ഞു എന്ന് മാത്രമല്ല, സ്വന്തം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പതിവാക്കിയ മുടക്കില്ലാതെ നിസ്കരിച്ച സുന്നത്ത് നിസ്കാരമാണ് ഈ 2 റക്അത്തുള്ള തഹജ്ജുദ് നിസ്കാരം. നമുക്കൊക്കെ കുറേ ടെൻഷൻസ് ഉണ്ടാവൂലേ, മല പോലെ കടമുള്ള ആൾക്കാരുണ്ടാവും, വീട് പണി ശരിയാവാത്ത ആൾക്കാരുണ്ടാവും, കല്യാണം ശരിയാവാത്ത ആൾക്കാരുണ്ടാവും, ഒരുപാട് ടെൻഷൻസ്, ദുഃഖവും വിഷമങ്ങൾ കാരണം ജീവിതം ഒരു ഹാപ്പിനെസ്സിൽ പോവാത്ത കുറേ ആൾക്കാരുണ്ടാവും. ഇതൊക്കെ നമ്മൾ കുറെ ആൾക്കാരോട് ഷെയർ ചെയ്തിട്ടും ഒരു പരിഹാരം കിട്ടണില്ലേ? എന്നാ നിസ്കരിക്ക്. അവിടെ സുബീക്ക് നീച്ചിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചോ, നിന്റെ പരിഹാരത്തിനുള്ള മെഡിസിൻ ആണ് ഈ 2 റക്അത്തുള്ള തഹജ്ജുദ് നിസ്കാരം. ഈ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാ വെച്ചാൽ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് ഫജ്ർ എത്തണ വരെ, അതായത് സുബഹിന്റെ സമയം ആവണ വരെ ഇതിന്റെ സമയമുണ്ട്. ഏറ്റവും ഇത് നിസ്കരിക്കാൻ പറ്റിയ നല്ല സമയം ഏതാണെന്നുള്ളിൽ പണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ജുംഹൂർ പണ്ഡിതന്മാരും ഓൾമോസ്റ്റ് പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് 3rd ഓഫ് നൈറ്റ്, രാത്രിയുടെ അവസാനത്തെ ആ 1/3 ഭാഗം, അതായത് ഏകദേശം സുബി അടുക്കുന്നതിന്റെ ഏകദേശം ഒരു 1.5 മണിക്കൂർ മുമ്പ്. അപ്പോൾ ഇന്ന് മുതലൊരു പ്രതിജ്ഞ എടുക്കുക, എനിക്ക് സാധിക്കും, എൻ്റെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഈ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കും. കാരണം ഒരുപാട് നേട്ടങ്ങളാണ്. ചെയ്ത പാപങ്ങള് മലകൂഭാരം പോലെ ചെയ്തു കൂട്ടിയ നമ്മുടെ ദോഷങ്ങൾ പടച്ച റബ്ബ് പൊരുത്തപ്പെട്ടു വരും. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഏറ്റവും നിറവേറാൻ സാധ്യതയുള്ള സമയം. അതുപോലെ നരകാവകാശി ആകുന്നതിൽ നിന്ന് വരെ അവനെ രക്ഷിക്കാൻ ഈ തഹജ്ജുദ് നിസ്കാരത്തിന് സാധിക്കുമെന്ന് വരെ ഹദീസുകളിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് പതിവാക്കുക. നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എല്ലാവരും കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും, കുളിച്ച് അതാ ടൈം പാസ്. കുറേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് എടാ എങ്ങനെ ശരിക്കും രാത്രിക്കൊന്നല്ല, പകൽ തന്നെ പോകും. അപ്പൊ ഓടയിളക്കി ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. ഒരാള് എന്റെ പണി കുളിസി നോക്കലായിരുന്നു. ബാത്റൂമിലൂടെ ഒളിഞ്ഞു നോക്കിയിട്ട് കുളിസി നോക്കലുണ്ട്. ചോദ്യകർത്താവ് അത് A to Z എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയും ഈ സമൂഹത്തിന് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ക്ലിപ്പിൽ നിന്ന് എന്ത് സന്ദേശമാണ് കൈമാറുന്നത്? ഒരു സത്യം പറയട്ടെ, നമ്മുടെ സ്വന്തം ഇന്ത്യ എന്ന നമ്മുടെ മതേതര രാജ്യത്ത് ഏകദേശം 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിയെ വരെ പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടത്. അതായത് മൃഗങ്ങളെപ്പോലും വെറുതെ വിടാതെ മനുഷ്യന്റെ കാമം അത്രത്തോളം മൂത്ത് അതിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്ത് മൂർധാവിൽ വരെ കാമത്തിൻ്റെ നോട്ടവും പ്രവർത്തനങ്ങളും അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഈ ചോദ്യകർത്താവും ഉത്തരം പറയുന്ന ഈ ഒരു മമ്മു എന്ന ഇൻഫ്ലുവൻസറും എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഒരു സത്യം പറയട്ടെ, ഈ പറയുന്ന എൻ്റെ നിന്നും അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇത് വാച്ച് ചെയ്യുന്ന ഏത് വ്യക്തിയാണെങ്കിലും ലോകത്തുള്ള ഓരോ മനുഷ്യരിൽ നിന്നും ടു എവറി ഹ്യൂമൻ, ഓരോ മനുഷ്യർക്കും മനുഷ്യ സാഹചര്യമായി പരസ്യമായിട്ട് രഹസ്യമായിട്ട് തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റിനെ മറച്ചു വെക്കാനല്ലേ ശ്രമിക്കേണ്ടത്? ഈ ഒരു കുളിച്ച് നോക്കുക എന്നുള്ളത് സൊസൈറ്റിക്ക്, കമ്മ്യൂണിറ്റിക്ക് എന്ത് ബെനിഫിറ്റാണ് ആ വേർഡ്സിലൂടെ നൽകുന്നത്? അതൊരു പബ്ലിക്കിന് പോയിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറയാനും ആ പറഞ്ഞതിനെ വീണ്ടും വീണ്ടും ചോദ്യം ചോദിച്ചിട്ട് വീണ്ടും അത് ആവർത്തന ചോദ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യുന്ന ആ ചോദ്യകർത്താവും ഈ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഇത് വാച്ച് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്ത് സന്ദേശമാണ് കൈമാറുന്നത്? ലോകത്ത് എന്തെല്ലാം ജിജ്ഞാസപരമായ മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്ര നല്ല ഇൻ്റർവ്യൂകൾ നടക്കുന്നുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ വൺ ആൻഡ് ഓൺലി റീസൺ, കാരണം ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറക്ക് നെഗറ്റിവിറ്റിയെ അല്ലെങ്കിൽ നെഗറ്റീവ് വിഷയങ്ങളെ പോസിറ്റീവ് മൈൻഡിലൂടെ കാണുന്ന ഒരു തലമുറയാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫണ്ണി ആയാലും കോമഡി ആയാലും നെഗറ്റീവ് ഏത് വിഷയമാണെങ്കിലും ഇന്നൊരു പോസിറ്റീവ് മൈൻഡോടെ എടുക്കുന്ന ഒരു തലമുറ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് സോഷ്യലി പൊളിറ്റിക്കലി ഒരു നിലക്കും ഒരു സെൻസോ അല്ലെങ്കിൽ ഒരു ബോധമോ ഇല്ലാത്തൊരു തലമുറ. ആ ഒരു തലമുറക്ക് ഇത്തരം വിഷയങ്ങൾ അവർ പോസിറ്റീവായിട്ടേ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കോമാളിത്തരമായ വാക്കുകളോ പ്രവർത്തനങ്ങളോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊതു സമൂഹത്തിൽ പോയിട്ട് അല്ലെങ്കിൽ എല്ലാവരും വാച്ച് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂവിലൊന്നും പോയിട്ട് ഇത്തരത്തിൽ സംസാരിക്കരുത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.